പുരാതനകാലത്ത് മിഥില എന്ന മഹത്തായ രാജ്യത്തെ രാജാവായിരുന്നു ജനകൻ. അദ്ദേഹത്തിന്റെ പുത്രിയാണ് സീതാദേവി, സൗന്ദര്യത്തിലും സദ്ഗുണങ്ങളിലും അതുല്യയായ രാജകുമാരി. ജനകന്റെ കൊട്ടാരത്തിൽ ഒരു അദ്ഭുത ആയുധം സൂക്ഷിച്ചിരുന്നു. അത് മഹാദേവനായ ശിവന്റെ മഹാവില്ലായിരുന്നു. സീതയുടെ വിവാഹത്തിന് ഒരു പ്രത്യേക വ്യവസ്ഥ ജനകൻ പ്രഖ്യാപിച്ചു. ശിവന്റെ ആ വില്ല് ഉയർത്തി നാണം കെട്ടാൻ കഴിയുന്നവനാണ് സീതയെ വിവാഹം കഴിക്കാൻ അർഹൻ. രാജ്യങ്ങളിലെ മഹാരാജാക്കന്മാരും വീരന്മാരും മിഥിലയിൽ എത്തി. എല്ലാവരും ശിവന്റെ വില്ല് ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ ആ വില്ല് അത്ര ശക്തിയുള്ളതായിരുന്നു. ഒരു രാജാവിനും അതുപോലും അല്പം പോലും ചലിപ്പിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മഹർഷി വിശ്വാമിത്രനൊപ്പം അയോധ്യയുടെ രാജകുമാരനായ രാമനും സഹോദരനായ ലക്ഷ്മണനും മിഥിലയിൽ എത്തി. വിശ്വാമിത്രൻ രാമനോട് പറഞ്ഞു, രാമാ, നീ ഈ വില്ല് പരീക്ഷിച്ചു നോക്കൂ. ശാന്തമായ മനസ്സോടെ രാമൻ വില്ല് ഉയർത്തി. എല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിന്നു. രാമൻ നാണം കെട്ടാൻ ശ്രമിച്ചപ്പോൾ അപ്രതീക്ഷിതമായി വില്ല് വലിയ ശബ്ദത്തോടെ രണ്ടായി പൊട്ടിപ്പോയി. ആ ശബ്ദം കേട്ട് ഭൂമിയും ആകാശവും മുഴുവൻ വിറച്ചു. എല്ലാവരും രാമന്റെ വീരത്വത്തിൽ വിസ്മയിച്ചു. സീതാദേവി സന്തോഷത്തോടെ രാമന്റെ അടുത്തേക്ക് വന്നു. അവൾ രാമന്റെ കഴുത്തിൽ മാല അണിയിച്ചു.